ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റപ്പോൾ തന്നെ വളരെ നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഇന്ന് എന്തായാലും നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു. ഷോൾഡർ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വർക്കൗട്ട് ചെയ്യാനായിട്ട്. ഷോൾഡറിന് അത്യാവശ്യം നല്ല പമ്പിങ്ങും കാര്യങ്ങളും എനിക്ക് ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കിട്ടും. നല്ല രീതിയിൽ തന്നെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. രണ്ട് ഇറങ്ങിയപ്പോഴത്തേക്കും സുനിയുടെ എന്താ ലോട്ടറി എടുക്കാനായിട്ട് പോയി നിന്നു. കൊട്ടാരക്കര അമ്പലത്തിൽ പോയിട്ട് വാവാച്ചിയാഞ്ചിയും ചിപ്പി ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ അമ്മയെ കുറച്ച് സമയം അയ്യത്തെ ഞാൻ കുഴിയെടുക്കാനും അതിനൊക്കെ സഹായിച്ചേ. എന്നിട്ടാണ് പോയി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും കഴിച്ചത്. ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി മുട്ടയൊക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു പന്തളം ഏതൻസിൽ വെച്ച്. ഞാനും ആളും കൂടെ റെഡിയായി നേരെ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് നല്ല ആളും ഒരുപാട് ആളുകളും കാര്യങ്ങളൊക്കെ ഉള്ള കല്യാണമായിരുന്നേ. അതിനുശേഷം അവിടുന്ന് സദ്യയും കാര്യങ്ങളൊക്കെ കഴിച്ചു കേട്ടോ. മാളുവിന് ഞാൻ കൊടുത്തു പപ്പടവും അതും ഇതൊക്കെ മാളുവിന് കൊടുത്തു, നമ്മൾ കഴിക്കാത്തത്. പിന്നെ വീട്ടിൽ വന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഉറങ്ങി എണീച്ചപ്പോഴത്തേക്കും അമ്മതാ വെള്ളം ഒഴിക്കലും പരിപാടിയൊക്കെ നമ്മുടെ ചീരയൊക്കെ ചെറുതായിട്ട് കിളിച്ച് തുടങ്ങി കേട്ടോ. പിന്നെ പൊടിച്ചൊക്കെ വന്ന് നിന്ന് കുറച്ച് സമയം സംസാരിച്ചു. എന്നിട്ട് നമ്മൾ നേരെ സിനിമയ്ക്ക് പോയി കേട്ടോ. അടിപൊളി പടമായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പടം. ഒരു ജാതം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല രീതിയിൽ ചിരിക്കാനും ഒക്കെ ഉണ്ട്. തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് നമ്മൾ മീനും ഒക്കെ വാങ്ങിയിട്ടാണ് വീട്ടിലോട്ട് വന്നത് കേട്ടോ. അതിനുശേഷം ഉണ്ണിച്ചേട്ടൻ്റെ അവിടെ പോയി കുറച്ച് സമയം ഇരുന്നു. മറ്റന്നാൾ ഉണ്ണിച്ചേട്ടൻ്റെ അവിടുത്തെ പാലാച്ചാണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മീൻ മേടിച്ചുകൊണ്ട് വന്ന മീൻ തന്നെ ഓയിലൊന്നും യൂസ് ചെയ്യാതൊക്കെ ഫ്രൈ ചെയ്ത് കഴിച്ചിട്ട് വൈൻഡപ്പ് ചെയ്തു. ബൈ ബൈ.